നമുക്ക് കാര്യങ്ങളെല്ലാം ക്ലിയറായി, നമ്മുടെ ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസൽ ചെയ്തു. പക്ഷേ നെക്സ്റ്റ് ഇനി എന്ത് എന്ന് നമുക്കറിയാത്തൊരു സിറ്റുവേഷൻ. പക്ഷെ വിട്ടുകൊടുക്കാൻ നമ്മളും റെഡി ആയിരുന്നില്ല. ആദ്യമായിട്ട് ദുബായിലേക്ക് വന്നപ്പോൾ ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. മീൻ ടൈം എൻ്റെ ജൂനിയർ ഫ്രിസ്റ്റോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നു. ഇനി ഇത്രയും നല്ലൊരു ടൈം എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കിട്ടുമെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ കുറേ നേരം നടന്നു, ഫുഡൊക്കെ കഴിച്ചു, നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ സന്തോഷിച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും വെള്ളം എല്ലാം ഇറങ്ങി. അനു ബാക്ക് ടു റൂമിലേക്ക് പോയി. ഫ്ലൈറ്റ് കയറാനായിട്ട് ഞാനും വന്നു. പക്ഷെ അപ്പോഴാണ് വിധിയുടെ അടുത്ത വിളയാട്ടം നമുക്ക് മനസ്സിലായത്. ആ കഴിഞ്ഞ 2 ദിവസവും എയർപോർട്ടിൽ തന്നെ താമസിച്ച് ഭക്ഷണം കഴിച്ച ഒത്തിരി പേരെ ഞാൻ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. 1-2 ആഴ്ചയ്ക്ക് വേണ്ടി മാത്രം ഇസ്രായേലിൽ നിന്നും ഈജിപ്തിൽ നിന്നും നഴ്സുമാരായിട്ട് വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരും ചേച്ചിമാരും അവിടെ ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം മിസ്സായി പോയവരും. അങ്ങനെ എല്ലാവരുടെയും പരാതികൾ കേട്ട് വീണ്ടും വി വെയിറ്റഡ് ഫോർ 6 hours ആൻഡ് ഫൈനലി നമ്മുടെ ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക് ബോർഡ് ചെയ്തു. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കൊച്ചിയിൽ തന്നെ പിക്ക് ചെയ്യാനായിട്ട് ഫ്രണ്ട്സ് ഓൾറെഡി വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ കൊച്ചിയിലെത്തി. അന്ന് ഞാൻ ലൈഫിൽ പഠിച്ച ഏറ്റവും വലിയൊരു പാഠമുണ്ട്. ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും ജസ്റ്റ് ആക്സെപ്റ്റ് ദോസ് റിയാലിറ്റീസ്.